പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറച്ചൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഒരു ലോക്ക്ഡൌൺ പോലെ വർക്ക് ഫ്രം ഹോം ചെയ്യണം, സ്വർണം ഒരു വർഷത്തേക്ക് നമ്മൾ വാങ്ങിക്കാതിരിക്കണം, ഇന്ധന ഉപയോഗം മാക്സിമം കൊടുക്കണം. അത് ഒരുപാട് ട്രോളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ഇതേ സംഭവം തന്നെ ചിദംബരം ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഗോൾഡ് വാങ്ങിക്കരുത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരു 6 മാസത്തേക്കെങ്കിലും നിങ്ങൾ ഗോൾഡ് വാങ്ങിക്കരുത്. അതും ആ ഒരു സമയത്ത് ഇന്ന് വാറ് നടക്കുന്ന സമയമാണെന്നെങ്കിലും പറയാം. ആ ഒരു സമയം വാറും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടാണ് അത് അങ്ങനെ പറയുന്നത്. അപ്പൊ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ നരേന്ദ്രമോദിയുടെ ഈ ഒരു തീരുമാനത്തെ ഭയങ്കരമായിട്ട് ആക്ഷേപമായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഈ കോൺഗ്രസ് തന്നെ ഭരിച്ചിരുന്ന സമയത്താണ് ചിദംബരം ഇങ്ങനെ ഒരു കാര്യം എടുത്തു പറഞ്ഞത്. അന്ന സമയത്ത് വാറില്ല, ഒന്നുമില്ല. അപ്പോൾ അവർക്കാവാം, നമുക്കാവാൻ പാടില്ല. ഇതിനെങ്ങനെ നോക്കിക്കാണുന്നത്? ഈ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ പശ്ചിമേഷ്യയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഘർഷമോ അല്ലെ എക്കണോമിക് ഇഷ്യൂസ് വരുമ്പോൾ പൊതുവെ എല്ലാ രാജ്യങ്ങളും എടുക്കുന്ന ഒരു സമീപനമാണ് ഗോൾഡ്. അറിയാലോ, ഗോൾഡ് വാങ്ങാൻ പറയുന്നത് എക്കണോമിക്കൽ അവിടെ നമ്മള് ക്യാഷിന് ഫ്ലോ പ്രശ്നം വരുന്നു. പിന്നെ പെട്രോൾ അവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ അത് യൂസ് ചെയ്യുന്നത് കുറയ്ക്കാന്ന് വെച്ചാൽ അവിടെ നിന്നുള്ള ഉപയോഗങ്ങൾ നമ്മൾ കുറയ്ക്കുക എന്നുള്ള രീതിയിൽ. കാരണം ആ സംഘർഷം കഴിയുന്നവരെ ഇതിനെല്ലാം ഒരു ചെറിയൊരു സപ്ലൈ ലിമിറ്റഡ് ആയിരിക്കും. അപ്പൊ ഇത് ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, പശ്ചിമേഷ്യ സംഘർഷത്തിന്റെ കാലത്ത് ചിദംബരം പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ മോഡി എന്ത് പറഞ്ഞാലും എതിർക്കുക എന്നുള്ള ഒരു രീതിയാണ്. അത് ഈ പറയുന്ന ആളുകൾ വെരിഫൈ ചെയ്യുന്ന പോയിട്ട് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് പറയുന്നില്ല. കാരണം ഇതൊരു ബേസിക് ലോജിക്കാണ്. ഇത് ഇത്ര നമ്മള് എന്താ പറയാ, നമ്മൾ അങ്ങനെ അതിന് മാത്രം ഇത്ര ആലോചിച്ച് കഷ്ടപ്പെട്ട് എന്തുകൊണ്ട് പറഞ്ഞത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പശ്ചിമേഷ്യയിൽ ബന്ധം വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കുറയ്ക്കാം. നമ്മൾ പറയും ഇപ്പം എന്തെങ്കിലും ഇപ്പൊ കേരളം തമിഴ്നാടും തമ്മിലുള്ള എന്തെങ്കിലും ട്രാഫിക് ഇഷ്യൂസ് അല്ലെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും ലോജിസ്റ്റിക്കൽ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ചരക്ക് ഗതാഗത ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്നുള്ളത് കുറയ്ക്കാൻ പറയും. നമ്മൾ മാക്സിമം നമ്മളെ അവിടെ ഡിപ്പെൻഡ് ചെയ്യാം, പുറത്തുനിന്നുള്ള പറയും. സെയിം ലോജിക്കാണ്. പെട്രോൾ ഉൽപ്പന്നങ്ങളെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അപ്പൊ നോർമലി ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. കാരണം അവിടെ യുദ്ധം നടക്കുകയാണ്, എല്ലാത്തിനും ഒരു ടൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പ്രിക്കോഷൻസ് നമുക്ക് നോർമലി നമുക്ക് മനസ്സിലാക്കാനുള്ളത് മനസ്സിലാക്കാം. പക്ഷെ എന്നിട്ടും കൂടി പ്രതിപക്ഷ നേതാവ് ഇന്നലെ വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചത്. ഗോൾഡിന്റെ കാര്യം, ഒരു വർഷമായിട്ട് ആരും ഗോൾഡ് യൂസ് ചെയ്യണ്ടേ, വാങ്ങിക്കണ്ടേ, പെട്രോൾ ഉപയോഗിക്കണ്ടേ, എല്ലാവരും വർക്ക് ഫ്രം ഹോമിലേക്ക് പോകണോ, ലോക്ക്ഡൌൺ ആണോ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഗംഗ അലഹബാദ് പ്രയാഗ്രാജിലേക്ക് ഒരു ഹൈവേ ഉദ്ഘാടനം ചെയ്തു മോഡി. 5 മണിക്കൂർ ലാഭമാണ് നമുക്ക് സമയം. അതിന് കോൺഗ്രസിന്റെ ആള് പറഞ്ഞു 5 മണിക്കൂർ നേരത്തെ എത്തി നമ്മളിപ്പോ എന്ത് ചെയ്യാനാ, 5 മണിക്കൂർ വൈകിട്ടിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? അപ്പൊ ഒരുപാട് കാര്യങ്ങൾ തടസ്സം വരില്ലേ? ഇതാണ് ഒരു വിമർശനം നടന്നത്. അപ്പൊ അത് ചുമ്മാ മോഡി എന്തോ പറയുന്നു, വിമർശിക്കുന്നു. പിന്നെ ഇതില് ഈ ആളുകൾ യുക്തിപരമായിട്ടൊന്നും നോക്കിയിട്ടൊന്നല്ല റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ മോഡിയെ നിങ്ങൾ കുറ്റം പറയുമ്പോൾ ഇത് ചില സ്ഥലത്ത് അത് വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിലാണ് പ്രത്യേകം ആണ് ഈ സംഭവം. കേരളത്തിലെ ഒരു പ്രത്യേക ഡെമോഗ്രഫി എനിക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു ഡെമോഗ്രഫി. കാരണം മോഡി എന്ത് പറയുമ്പോഴും ഇവിടെ മോഡിയെ കുറ്റം പറയാന്നുള്ള ലൈനുകൊണ്ട് അതവിടെ വിജയിക്കുന്നുള്ളൂ. വേറെ എവിടെയും ഇങ്ങനത്തെ എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ മനസ്സിലാകാതിരിക്കൊന്നുമല്ല. പക്ഷെ എന്നിട്ടും അവരുടെ ഉപബോധ മനസ്സിൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കുമല്ലോ. എന്തായാലും പ്രതിപക്ഷ നേതാവ് എതിർത്തു, അപ്പൊ ഞങ്ങളും എതിർത്തു. ശരിക്കും അവരോട് നമുക്കൊന്ന് സംസാരിക്കാം. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നരേന്ദ്രമോദി ഈ ഒരു ഡിസിഷൻ ഇപ്പോൾ എടുത്തേന്നുള്ളത്? കേൾക്കുവാണെങ്കിൽ കേൾക്കട്ടെ. ഇതിൽ ഇപ്പൊ നമ്മൾ ഗോൾഡ് പശ്ചിമേഷ്യയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉപഭോഗം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യണം. കാരണം നമ്മുടെ എക്കണോമി ആയിട്ട് വന്നു വരുന്നു. പെട്രോള് നമ്മൾ കുറയ്ക്കുന്നു. ഇതുപോലെ തന്നെ നമ്മള് അവർ പറഞ്ഞ കൂളിംഗ് യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. കാരണം അത് തന്നെ സിറ്റീസിൽ ഉദ്ദേശിച്ചാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും നാളെ തൊട്ട് അങ്ങനെയല്ല. ഇപ്പൊ ബാംഗ്ലൂർ പോകാൻ നിങ്ങൾക്ക് കാർ കൂളിംഗ് സംവിധാനം ഉണ്ട്. ഇപ്പൊ നിങ്ങൾ സ്വന്തം വണ്ടി എടുക്കാതെ ഒന്നെങ്കിൽ ട്രെയിന് അല്ലെങ്കിൽ മെട്രോ, ലോക്കൽ ട്രെയിന്, ബസ് അല്ലെങ്കിൽ കാർ കൂളിംഗ് സംവിധാനം യൂസ് ചെയ്യാം. പെട്രോൾ അപ്പം ഉപയോഗം കുറയ്ക്കുക, ഗോൾഡ് അതുപോലെ തന്നെ ഉപയോഗം കുറയ്ക്കുക. കാരണം ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടതെന്ന് പറയാൻ പറ്റില്ല. ഇതില് മോഡി ആക്ച്വലി 4 കാര്യമാണ് പറഞ്ഞത്. ഒന്ന് പെട്രോൾ യൂസേജ് കുറയ്ക്കണം എന്നുള്ളത്, പിന്നെ സിറ്റിസൺസ് മിഡിൽ ഈസ്റ്റിലേക്ക് ട്രാവൽ ചെയ്യുന്നത് കുറയ്ക്കണം എന്നുള്ളത്, പിന്നെ നിങ്ങൾ കാർ പൂളിംഗ് കാര്യങ്ങൾ, വർക്ക് അറ്റ് ഹോം കൂടുതൽ പ്രോത്സാഹിക്കപ്പെടണം എന്നുള്ള കാര്യം, പിന്നെയുള്ളത് ഇലക്ട്രിക് വെഹിക്കിൾസ് യൂസ് ചെയ്യണം എന്നുള്ള സംഭവം. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് ആക്കി ഗോൾഡ് പറയും. നമ്മുടെ ഫോറിൻ കറൻസി റിസർവിന് തന്നെ ഗോൾഡ് യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക എന്നുള്ളത് പൊതുവെ എല്ലാ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർണം വാങ്ങി മാത്രമേ എന്താ പറയാ നമ്മൾ നിലനിൽക്കാൻ പറ്റുന്നില്ല. അതൊന്നുമില്ല, നമുക്ക് വേറെ ഓപ്ഷൻസ്. ഇത് സ്ഥിരമായിട്ടല്ല, ഈ ഒരു സംഘർഷം കഴിയുന്നില്ല. സംഘർഷം ഉണ്ടാക്കിയത് ഇന്ത്യ ഒന്നല്ല. ഇപ്പൊ സംഘർഷം കഴിയുന്നവരെ ഇത് വളരെ നോർമലായ കാര്യമാണ്. പിന്നെ പെട്രോൾ യൂസേജ് കുറയ്ക്കുക എന്നുള്ളതും ഈ സെയിം ഇതുമായി ബന്ധപ്പെട്ടല്ലേ വരുന്നതാണ്. പെട്രോൾ യൂസേജ് കുറയ്ക്കുക എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് കാർ പൂളിംഗ് ഓപ്ഷൻസ് എങ്ങനെ ചെയ്യാം, മെട്രോ യൂസ് ചെയ്യാം, പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ മാക്സിമം സ്വന്തം വണ്ടി ഉപയോഗിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളത്. പിന്നെ വർക്ക് അറ്റ് ഹോം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ വർക്ക് അറ്റ് ഹോം കൂടുതൽ വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കുറയുന്നു. നമ്മൾക്ക് അത്ര അതുകൊണ്ടാണ് ഈ വർക്ക് അറ്റ് ഹോം പ്രോത്സാഹിപ്പിക്കാൻ പറയുന്നത്. ഇത് നമുക്ക് ശീലമുള്ള കാര്യം, നമ്മൾ ചെയ്ത കാര്യങ്ങൾ. ശീലം വെച്ചാൽ കമ്പനികൾ കൂടുതൽ പ്രോത്സാഹിക്കപ്പെടും എന്നുള്ളത്. പിന്നെ സിറ്റിസൺസ് ട്രാവൽ ചെയ്യുന്നത് കുറയ്ക്കണം, പുറത്തേക്ക് ട്രാവൽ ചെയ്യുന്നത് കുറയ്ക്കണം. അതൊന്നുമല്ല,
ഇവിടുന്ന് ആരെങ്കിലും അവിടെ പോയി ലാസ്റ്റ് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റ് ഒരു ബാധ്യതയാണ്. പിന്നെ നമുക്ക് രക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. കൊണ്ടുവരണം, പല എന്തെങ്കിലും ഇഷ്യൂകൾ എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞ പ്രശ്നമാണ്. ഇതിനെല്ലാം ഇതും കുറയ്ക്കാൻ ഇലക്ട്രിക് വെഹിക്കിൾസ് യൂസ് ചെയ്യും, കൂടുതൽ ഈ പറഞ്ഞ പോലെ പെട്രോളും കാര്യങ്ങളും ഉണ്ടാക്കാന്നുള്ള. ഇത് വളരെ നോർമലി ഉള്ളൊരു കാര്യമാണ്. ഇത് നിങ്ങളെ പിടിച്ച് നാളെ ചെയ്തു കഴിഞ്ഞാൽ പിടിച്ചാത്തോട് നല്ല ഉദ്ദേശം നിങ്ങൾ മാക്സിമം ഇത് ഇങ്ങനത്തെ മെഷേഴ്സ് സ്വീകരിക്കുക. ഇതിനെന്താ തെറ്റെന്നുള്ള എനിക്കറിയില്ല, ഞാൻ ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇത് ഇന്ദിരാഗാന്ധി സെയിം നിലപാട് എടുത്തിട്ടുണ്ട്, ചിദംബരം ഈ സെയിം നിലപാട് ഇരിക്കുന്ന എക്കണോമിക്കൽ ഇഷ്യൂസ് ചിദംബരം എടുത്ത സമയത്ത് ഇങ്ങനെ വാറും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. എന്നിട്ട് പുള്ളി അത് അങ്ങനെ എടുത്തതാണ്. അത് അന്ന് 2000 സംതിങ് അങ്ങാണ്ടല്ലേ. അത് എനിക്ക് തോന്നുന്നു എക്കണോമിക്കൽ ഇഷ്യൂസ് ഉണ്ടായ സമയത്താണ് ഇത് ചെയ്തത്. ഇത് ഞങ്ങൾ പറയുമ്പോൾ ലോജിക്കാണ്. പിന്നെ മോഡി എന്ത് പറഞ്ഞാലും ഈ കുറ്റം പറയുന്നവര് വളരെ റാഷണൽ ആയിട്ട് ആലോചിച്ചിട്ടൊന്നല്ല കുറ്റം പറയുന്നത്. മോഡി എന്തോ പറയുന്നു, കുറ്റം പറഞ്ഞേക്കാം. പിന്നെ ഇതെല്ലാം ഒരു പാരലൽ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നുണ്ടാവുന്ന പിന്നെ നമ്മളീ കാണുന്ന സോഷ്യൽ മീഡിയയിലെ ഒരു റിഫ്ലക്ഷനാണ്. അത് വളരെ 5 ലക്ഷം 10 ലക്ഷം ആൾക്കാരുണ്ട്. ബാക്കി കേരളത്തിനായിട്ട് പുറത്ത് ആളുകൾക്ക് അത്യാവശ്യം നിങ്ങളൊരാളോട് നേരിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചാൽ ഓക്കെയാണ്. വലിയൊരു വിഷയം വന്നിരുന്നത് മോദി ഇങ്ങനെ പറഞ്ഞു, മോദി അങ്ങനെ പറഞ്ഞു, മോദി ഇങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചിന്തിക്കാനുള്ള ഒരു മൈൻഡ്. പിന്നെ ഗവൺമെന്റ് പ്രത്യേകിച്ച് ഗവൺമെന്റ് എപ്പോഴും നമ്മളെ ഒരു ഹോപ്പിലാണ് കൊണ്ടുപോകുക. എന്ന് വെച്ചാൽ ഇപ്പൊ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇതൊന്നും ചെയ്യരുതെന്ന് ആളുകളെ പാനിക് ആക്കിയാൽ എല്ലാവരും കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങും. അതങ്ങനെ നിങ്ങളൊരു സാധനം നിങ്ങൾ വാങ്ങരുത് പോലെ ആളുകൾ ഇപ്പൊ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ ഗ്യാസ് തന്നെ പല ആളുകളും ഹോൾഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആദ്യം ഇത് പറയില്ല, ആദ്യം വളരെ നല്ലോണം നോക്കി. ഇനി ഇത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ച് നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമ്മളൊന്നും പ്രശ്നത്തിലാവുന്ന കാര്യങ്ങളൊന്നും ഇതിലില്ല. ഏറെക്കുറെ നമുക്ക് ഓക്കെയാണ്. അതുകൊണ്ട് തുടക്കം പറഞ്ഞ് പാനിക് ആക്കുന്നില്ല. അത് വഴിയെ പ്രശ്നങ്ങൾ ഏതെക്കുറെ ഈ ഒരു നല്ലതാണ് എന്നുള്ള രീതിയാണ്. അത്ര നാഷണൽ നമ്മളൊരു രാജ്യം എന്നുള്ള രീതിയിൽ നമ്മളിത് ചെയ്താൽ രാജ്യത്തിന് നല്ലതാണ്.